ഹായ് ഹലോ, ഇന്നലെ സൺഡേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ആൻറ്റിയുടെ അങ്കിളിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന കാണാൻ വേണ്ടിയാണ് അമ്മ ഇങ്ങനെ റോഡിൽ നിൽക്കുന്നത്. എൻ്റെ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ കാർ അങ്ങോട്ട് പോകുന്നുണ്ട്, അവരുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അവരുടെ വീട്ടിലോട്ട് കയറിയപ്പോൾ നമ്മളെ വീട്ടിലോട്ട് വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സിറ്റൗട്ടിൽ നിന്നിട്ട്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സിറ്റൗട്ടിൽ നമ്മുടെ സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ അവരുടെ വീട്ടിൽ സംഭവം എന്ന് വെച്ചാൽ വിളക്ക് കൊടുക്കുന്ന ചടങ്ങ് കാണാൻ വേണ്ടി നമ്മൾ നമ്മുടെ വീടിനടുത്ത് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ പറ്റിയില്ല, കാരണം കൊട്ടാരക്കര ആ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ. അപ്പോൾ അത്രയും ദൂരമാണ്. അത് മാത്രമല്ല എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത പീരീഡ്സും കൂടെ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൊണ്ട് കയറുന്ന വീഡിയോ ആണ് ഇത്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് സൂം ചെയ്തെടുത്തതാണ് പെണ്ണും ചെറുക്കനും കയറുന്ന വീഡിയോ. പിന്നെ അമ്മ ഇതൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടവുമാണ്. പിന്നെ ഒരുങ്ങി പോകാനൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഔട്ട്ഫിറ്റിൻ്റെ അമ്മയുടെ സാരിയൊക്കെ അമ്മ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് മേടിച്ചത് സൂര്യ റിംഗോൾഡ് അവളുടെ എന്നാണ് ഓൺലൈനായിട്ട് മേടിച്ചത്. അവളെ വന്ന ആദ്യത്തെ പീസ് തന്നെ ഞാനിങ്ങനെ മേടിച്ചായിരുന്നു. കണ്ട ഇതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മ ചിരിക്കണേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അങ്ങനത്തെ ഒരു ഇതാണ് എൻ്റെ ഫോണിൽ, അങ്ങനെ പറയുന്നതല്ല, അത് ടൈപ്പായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനും ഒരുങ്ങി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആഫ്റ്ററും ബിഫോറും ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടി എടുക്കുന്ന വീഡിയോ സംഭവങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ ഇന്നലെ തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. നമ്മൾ ഒരുങ്ങിയതും ആഫ്റ്ററും ബിഫോറും ഒക്കെ ആയിട്ടുള്ളത് പോസ്റ്റ് ചെയ്ത്. അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം വീഡിയോ എടുക്കുന്നത് ഞാൻ അതെല്ലാം എടുക്കുകയെല്ലാം ചെയ്യും. പിന്നെ ഓരോരുത്തരും ഓരോ വിമർശനങ്ങളൊക്കെ പറയാതെ ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ പറയുന്നവർക്ക് എന്നും പറയാമല്ലോ. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ പുന്നമൂട് മാവേലിക്കര ഗ്രേസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ. നമ്മൾ പെട്രോൾ അടിക്കണം. അതിൻ്റെ പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് കറക്റ്റ് സമയമാവുമല്ലോ. കാരണം ഞങ്ങൾ ഇവിടുന്ന് അവരിറങ്ങുന്നതിന് മുമ്പ് അങ്ങ് ഇറങ്ങിയായിരുന്നു. പിന്നെ അവിടെ ചെന്നതാണ്ടേ നല്ല ഭംഗിയായിരുന്നു. സൂപ്പർ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നമുക്ക് ഒരുപാട് പാട്ടുകൾ, നല്ല വയലിന് കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് നല്ല ഡെക്കറേഷൻസ്. ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഫുഡൊക്കെ സൂപ്പറായിട്ടുള്ള ഫുഡുകളായിരുന്നു. എല്ലാവരും എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ബൊഫേ ആയതുകൊണ്ട് നല്ല ഫുഡായിരുന്നു. പിന്നെ എൻ്റെ അമ്മയാണ് പ്രസൻറ്റേഷൻ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഞാൻ അവിടെ നിന്നുകൊണ്ട് വീഡിയോ എടുക്കുമായിരുന്നു. ഇനി ആവുന്നേ അവിടുത്തെ ആൻറ്റിയൊക്കെ വിളിച്ച് ഒരു ഫോട്ടോ എടുക്കുക. പക്ഷേ അന്നേരം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ഫോട്ടോസോ വീഡിയോസോ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അമ്മയെ പറഞ്ഞു വിട്ടിട്ട് അവർ അമ്മയെ ചേർക്കുന്നത്.